ചെറുപ്പത്തിലെ എനിക്ക് വക്കീലാവണം തന്നെയായിരുന്നു ആഗ്രഹം. പിന്നെ സ്പോർട്സ് കോട്ടയിൽ മെഡിസിന് അങ്ങനെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് സ്പോർട്സ് കോട്ടയിൽ എൻട്രൻസ് എഴുതിയ മെഡിസിൻ അങ്ങനെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് സെക്കൻഡ് ഗ്രൂപ്പാണ് എടുത്തിരുന്നത്, സയൻസ് ഗ്രൂപ്പാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രീ ഡിഗ്രി സയൻസ് എല്ലാം സ്പോർട്സുകാരെല്ലാം തേർഡ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ ഞാനും വേറൊരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സെക്കൻഡ് ഗ്രൂപ്പിൽ. അപ്പോൾ ആ സയൻസിൻ്റെ ഒരു ഇതുകൊണ്ട് ഒരു ഇച്ചിരി പ്രോബ്ലം വന്നിട്ടുണ്ട്. അതല്ലാതെ ബാക്കി എൻട്രൻസ് എഴുതി തന്നെയാണ് എൻട്രൻസ് സ്പോർട്സ് കോട്ടയിൽ തന്നെയാണ് ലോയ്ക്ക് ചേർന്നത്. പാഷനും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ലോ കോളേജിൽ വന്നിട്ടും കളി കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ബാക്കിയുള്ളവരെല്ലാം UC കോളേജിലെ ഡിഗ്രി കണ്ടിന്യൂ ചെയ്തപ്പോൾ പ്രൊഫഷണലായിട്ട് പോയിട്ടും കളി കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ഞാനാണ്. അപ്പോൾ ഇഷ്ടം കൊണ്ട് തന്നെയാണ് ലോയ്ക്ക് പോയത്. അപ്പോൾ ഈ അഡ്വക്കേറ്റ് ആണ്, ഹോക്കി പ്ലെയർ ആണ്, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അല്ലേ? ഹോക്കി കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? ഞാൻ കഴിഞ്ഞ മാസം കൂടെ കളിച്ചിട്ട് വന്നതേ ഉള്ളൂ. കഴിഞ്ഞ മാസം കൂടി എവിടെ? ബാംഗ്ലൂര്. UTC എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്, യുണൈറ്റഡ് തലശ്ശേരി സ്പോർട്സ് ക്ലബ്ബ്. അവരും കൂർഗ് ഹോക്സും കൂടെ നടത്തിയ ഒരു ടൂർണമെൻറ്റ് ബാംഗ്ലൂരുണ്ടായിരുന്നു. 40+, 35+ ഗ്രൂപ്പിൽ പോയി കളിച്ചിട്ട് 40+, 35+ ഏജ് ചോദിക്കാതിരിക്കാനല്ലേ? അതെ, ഏജ് പറയില്ല. ഓക്കെ, എനിവേസ് എന്തായാലും ഇപ്പോഴും കളിക്കുന്നുണ്ടല്ലോ, കണ്ടുപിടിക്കണം. അല്ല, പ്ലെയർ ആകുമ്പോൾ ഒബ്വിയസ്ലി ഒരു ഈ പറയുന്ന കണക്ക് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ എന്താ പറയുക, ജീവിത അവസാനം വരെ അവർക്ക് ആ ഒരു ജോഷ് ഭയങ്കരമായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ജോലി ഇപ്പം ഞാനും എൻ്റെ കുറേ ഫ്രണ്ട്സും ഞങ്ങളുടെ ബാച്ചിലെ കുറച്ച് പേരുണ്ട്, കുറച്ച് ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾ എവറി ഓൾട്ടർനേറ്റ് ഡേയ്സ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ അത് ശരിക്കും ഞങ്ങളുടെ ബ്ലഡിലുള്ളതാണ്. നമ്മൾ ഹോക്കി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതൊരു ശരിക്കൊരു ലഹരിയാണ്. ഇറ്റ്സ് എ പ്ലഷർ. എനിക്ക് പറയാൻ സത്യം പറഞ്ഞാൽ ഐ എം പ്രൗഡ് ടു സേ ഐ എം എ ഹോക്കി പ്ലെയർ. കാരണം അത്രയും നല്ലതായിട്ട് തന്നെ നമ്മൾ എല്ലാ ഫ്രണ്ട്ഷിപ്പും അങ്ങനെ തന്നെയാണ്. ഫ്രണ്ട്സ് എല്ലാവരും വരും, കളിക്കും. ഇറ്റ് ഗിവ്സ് എസ് എനർജി ഫോർ നെക്സ്റ്റ് ഡേയിൽ. ചില ആൾക്കാർ പറയും എനർജി വരണമെങ്കിൽ എന്തെങ്കിലും കഴിച്ചാലൊക്കെയാണ് എനർജി വരാം. പക്ഷേ എനിക്ക് ട്യൂസ്ഡേ ജോലിക്ക് പോകണമെങ്കിൽ മൺഡേ വൈകിട്ട് കളിച്ചില്ലെങ്കിൽ ആ എനർജി വരില്ല. അപ്പം അതേപോലെ തന്നെ വെനസ്ഡേ ഇല്ലെങ്കിൽ തേഴ്സ്ഡേ പോകാനൊരു മൂഡ് ഉണ്ടാവില്ല. ആ രീതിക്കാണ് എനർജി ഫ്രം ഹോക്കി. യെസ്, ഡെഫിനറ്റ്ലി.